വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ് കോളേജ് ക്യാമ്പസിൽ എസ്.എഫ്.ഐ വിദ്യാർത്ഥി സംഘടനയുടെ അതിക്രൂരമായ റാഗിങ്ങിനെ തുടർന്ന് മരണപ്പെട്ട വാർത്ത വളരെ നടുക്കത്തോടെയാണ് കേരള സമൂഹം കേട്ടത്. ക്യാമ്പസിലെ രാഷ്ട്രീയ സംഘട്ടനത്തിനും റാഗിങ്ങിനും മൂപ്പിള തർക്കത്തിനുമൊക്കെ അപ്പുറത്ത് ദിവസങ്ങളോളം പട്ടിണിക്കിട്ടും 200ഓളം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നഗ്നനാക്കി ക്രൂരമായി വിചാരണയ്ക്ക് വിധേയനാക്കിയും മർദ്ദിച്ച് ഒരു വീടിന്റെ പ്രതീക്ഷയായ യുവാവിനെ തല്ലിക്കൊല്ലാൻ മുൻകൈയെടുത്തത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യമുയർത്തി ക്യാമ്പസുകളെ ഭരിക്കുന്ന വിപ്ലവ പാർട്ടിയാണെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ചിലർ എസ്.എഫ്.ഐയിലേക്ക് നുഴഞ്ഞുകയറി 4 ദിവസത്തോളം താലിബാൻ മോഡൽ ക്രൂരമായ വിചാരണയ്ക്ക് വിധേയനാക്കി സിദ്ധാർത്ഥിനെ കൊല്ലുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന അവസാന വിവരം. എന്നിട്ട് അത് ആത്മഹത്യയായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ കെട്ടിത്തൂക്കുകയായിരുന്നു അവർ എന്നാണ് കരുതുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാക്കുകൾ അക്കാര്യം ഇപ്പോൾ ശരിവെക്കുകയാണ്. കോളേജിലെ പെൺകുട്ടികളോട് ഇന്റിമേറ്റായി അടുത്ത് ഇടപഴകിയെന്നതായിരുന്നു അതിക്രൂരമായ വിചാരണയും മരണശിക്ഷയും വിധിക്കത്തക്ക നിലയിൽ സിദ്ധാർത്ഥ് ചെയ്ത കുറ്റമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കാലങ്ങളായി മാവോയിസ്റ്റ് നക്സൽ ആക്രമണ ഭീഷണി നേരിടുന്ന ജില്ലയായ വയനാട്ടിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് വെറ്റിനറി ക്യാമ്പസിൽ ക്രൂരമായ കൊലപാതകം നടക്കുന്നത്. കേവലം മർദ്ദനങ്ങൾക്കപ്പുറത്ത് അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടും വിചാരണ ചെയ്തും പച്ചവെള്ളം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടും പച്ച മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പ്രാകൃതമായ രീതികൾ അങ്ങേയറ്റം ഭീകരമായിരുന്നു. ഈ വാർത്ത ചില മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിക്ക് കത്ത് നൽകിയത്. ഹൈക്കോടതിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനായി കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവർണർ ക്യാമ്പസിൽ എസ്.എഫ്.ഐ പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടാണെന്നും എല്ലാ ഹോസ്റ്റലിലും ഒരു ബ്ലോക്ക് എസ്.എഫ്.ഐ ഓഫീസാക്കി ഉപയോഗിക്കുകയായിരുന്നുവെന്നും വ്യക്തമാക്കി. ഏതായാലും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ക്രൂരകൃത്യം പരമാവധി ഒളിപ്പിച്ചും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യമൊരുക്കിയും കോളേജ് അധികൃതർ കാട്ടിയ അക്ഷന്തിവ്യമായ അനീതിയടക്കം സകലതും പുറത്തുവന്നത് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളുടെ നീക്കങ്ങളെ തുടർന്നായിരുന്നു. സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിലനിന്നിരുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഇപ്പോൾ അതിക്രൂര കൊലപാതകങ്ങളിലേക്ക് കടക്കത്തക്ക നിലയിൽ എസ്.എഫ്.ഐ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഭീകരർ ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യം അങ്ങേയറ്റം നടുക്കം ഉളവാക്കുന്നത് തന്നെയാണ്.